ഗൈസ് നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല ഗൈസ്. ഗൈസ് ഒരു ചില്ലി കാശില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗൈസ് ഒരു മിനി ബസ് അല്ല ഗൈസ്, ഒരു ബസ് അങ്ങ് എടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും സ്കൂള് പറഞ്ഞല്ലേ ഗൈസ്. അപ്പോൾ പിള്ളേരെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്കൂള് ഗൈസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് പോകണം. പിള്ളേരെയൊക്കെ എടുത്തോണ്ടാണല്ലോ ഗൈസ് പോകാൻ ഗൈസ്. എൻ്റെ കയ്യിൽ 2-3 ജോഡി ഡ്രസ്സ് എങ്ങാണ്ടേ ഉള്ളൂ ഗൈസ്. നമുക്ക് മാറ്റി എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോവാം ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് നേരെ ഗൈസ് നമ്മുടെ വണ്ടി കയറാം ഗൈസ്. എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബസ് ഗൈസ് പൊളിയാണ് ഗൈസ്. നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഗൈസ് സ്കൂളിൽ വരെ പോകണം ഗൈസ്. എൻ്റെ അമ്മമാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല, റോഡിന് മുമ്പിലാണ് ചാടുന്നത് ഗൈസ്. ഇവിടുന്ന് പിള്ളേരൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം. അവിടുന്ന് ചിലപ്പോൾ അവിടുന്ന് ഒരു കൊച്ചുണ്ട് ഗൈസ്. ദാണ്ട ഈ കൊച്ചിനെ നമുക്ക് കയറി വിളിക്കാം. പെട്ടെന്ന് കയറി സമയമില്ല ഗൈസ്. ആ കൊച്ചെന്തായാലും ബാക്ക് ഡോർ വഴിയാണ് ഗൈസ് എല്ലാവരും കയറുന്നത്. ഫ്രണ്ട് ഡോർ വഴി കയറത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് അങ്ങ് തിരിക്കാം ഗൈസ്. ഇവിടെ ആരുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും പോവാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് പോയിട്ട് നേരെ കോളനി വഴി ചുറ്റിയാണ് ഗൈസ് പോകേണ്ടുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ ഗൈസ് അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ചുറ്റി അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്ന് പെട്രോൾ പമ്പിൻ്റെ അടുത്ത്, പെട്രോൾ പമ്പിൽ നിന്ന് കോളനിയിലോട്ട് പോകണം ഗൈസ്. അതാണ് അതിനിടയ്ക്കുള്ള പിള്ളേരെ എല്ലാം ഗൈസ് നമുക്ക് എടുക്കണം ഗൈസ്. ഇവിടെ ഒന്നും പിന്നെ പിള്ളേരൊന്നും കാണുന്നില്ല ഗൈസ്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് ഗൈസ്. ഇവനെ നമുക്ക് കയറ്റാം. ഗൈസ് അവൻ എന്തായാലും കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം ഗൈസ്. പക്ഷെ ഇങ്ങനെ ബസ് ഓടിച്ച് കിട്ടുന്ന ഗൈസ് വെറും തുച്ഛമായ പൈസയാണ് ഗൈസ്. അതുകൊണ്ടില്ല ഗൈസ് നമുക്കിപ്പോൾ 10 കിട്ടുന്നുള്ളൂ ഗൈസ്. എന്നാലും ഗൈസ് ഇവിടുന്ന് ഒരു കൊച്ചുണ്ട് ഗൈസ്. ആ വീട്ടിലാണ് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങ് എടുക്കാം. നമുക്ക് ഈ കൊച്ചിനെയും എടുത്തുകൊണ്ട് പോവാം. പക്ഷെ ആ കൊച്ചിനെയും ഗൈസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു കൊച്ചും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ആ കൊച്ചിനെയും കൂടെ എടുക്കാം ഗൈസ്. എന്തിയേ ഗൈസ് അവൻ ഗൈസ്. ആ കൊച്ച് എന്തിയേ അവനെ കാണും ഇല്ല. അതാണ്ട ഗൈസ്, അവൻ. ഈ കൊച്ചിനെയാണ് ഗൈസ് നമുക്ക് ഇനി എടുക്കേണ്ടത്. വാടാ കറ മോനെ ഗൈസ്. നമുക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. നമ്മൾ എന്തായാലും ഇവിടുന്ന് പിള്ളേരെ എടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് കോളനിയിലോട്ട് പോകണം ഗൈസ്. ഞാൻ എന്തായാലും ഇനി കോളനിയിലോട്ട് പോവാണ്. ഇനി കോളനി വഴി നമുക്ക് കറങ്ങി വേണം ഗൈസ് അങ്ങ് സ്കൂളിലോട്ട് എത്താൻ. ഇത്രയും പിള്ളേരൊക്കെ ഉള്ളൂ ഗൈസ്. മിലിറ്ററി ബേസിൻ്റെ അവിടെ നിന്നും പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ നിന്നും പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് ആബ്സെൻ്റ് ആണ് ഗൈസ്. ഇന്ന് സ്കൂള് ഗൈസ് ഒരു ആബ്സെൻ്റ് അല്ലെന്ന് തോന്നുന്നു. എന്തുവാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഗൈസ്. നമുക്കെന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഈ ചെറുക്കൻ ഗൈസ് ഈ വലിയ വീട്ടിലാണ്, കോളനിയിലെ പിള്ളേരിന്നില്ലായിരുന്നെന്ന് തോന്നുന്നു ഗൈസ്. ഈ ചെറുക്കൻ എന്തായാലും മറ്റേ വലിയ വീട്ടിൽ നിന്നാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഗൈസ് നമ്മുടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അതൊരു കഷ്ടമാണെന്ന് നോക്കിയേ ഗൈസ്. നമുക്കിനി വേറെ എന്തെങ്കിലും ഒരു വഴി ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ നോക്കിയാൽ ഗൈസ് നമുക്ക് ഇന്നൊന്നും പറ്റത്തില്ല. ഇന്നൊന്നല്ല ഗൈസ്, നമുക്കിനി ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഈ ലോസ് ആൻഡോസ് ജീവിക്കണമെങ്കിലേ നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കിയാൽ പോരാ ഗൈസ്. നല്ല ക്യാഷ് ഉണ്ടാക്കണം ഗൈസ് ഈ ലോസ് ആൻഡോസ് ജീവിക്കണമെങ്കിൽ. ഇവിടെ പിള്ളേരെ കാണുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് നിർത്താം ഗൈസ്. ഇല്ലില്ല ഗൈസ് പിള്ളേരില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങ് ചെന്ന് കയറാം. ഇങ്ങനെ അങ്ങ് കയറാം ഗൈസ്. നമുക്ക് എളുപ്പം ഗൈസ്. എന്തായാലും അതാണ് ഗൈസ് സ്കൂള്. നമുക്ക് ഇവിടുന്ന് ചെന്ന് കയറുന്നതിനെക്കാട്ടി നല്ല ഗൈസ് നമുക്ക് ഇത് എങ്ങോട്ടങ്ങ് പോകുന്നതാണ് ഗൈസ്. ഇനി അത്രയും കറങ്ങാൻ നടക്കണം ഗൈസ്. അതൊന്നും വേണ്ട ഗൈസ്. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം ഗൈസ്. സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോയി ഇറക്കിയാൽ മാത്രം മതി ഗൈസ് നമുക്ക്. പിന്നെ ഗൈസ് ഇത് കമ്പനി ബസ്സാണ് ഗൈസ്. നമ്മളെ ഇന്നൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ ഗൈസ്. ഞാനും ഇന്ന് പോയതേ ഒന്നേ ഉള്ളൂ. അല്ലാതെ ഇനി നമുക്ക് ഇവിടെ പോയാലൊന്നും പറ്റത്തില്ല. ഇവിടെ വേറെ ഡ്രൈവേഴ്സ് ഉണ്ട് ഗൈസ്. ഇത് കമ്പനി ബസ്സാണ് ഗൈസ്.
അവർ തന്നെ ഏർപ്പാട് ചെയ്യുന്നൊരു ബസ്സാണ്. അവർ തന്നെ പിള്ളേരെ നമ്മൾ ഇപ്പോൾ ഒന്ന് ഡ്രൈവറാക്കിയെന്നേ ഉള്ളൂ, വെറുതെ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക്. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും, ഒരു ജോലി തരാമെന്ന് പറഞ്ഞപ്പോൾ ആക്കിയെന്നേ ഉള്ളൂ. എല്ലാണോ ഇറങ്ങിപ്പോ വണ്ടിന്ന്. നമുക്കിനി ഏതെങ്കിലും ഒരു വണ്ടി ഹൈജാക്ക് ചെയ്യണം ഗൈസ്. ഇവിടെ ആണെങ്കിൽ വണ്ടിയൊന്നും വരുന്നുമില്ല. ഇത് ചെയ്യാൻ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടിന്ന് ഹൈജാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. ചെയ്യാൻ ഏതെങ്കിലും ഒരു വണ്ടി വരുവാണെങ്കിൽ നമുക്ക് അത് ഹൈജാക്ക് ചെയ്യാം. അതുകൊണ്ട് ഒരു ബുക്കാട്ടി വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു പിസ്റ്റൽ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ആ പിസ്റ്റൽ വെച്ചിട്ട് നമ്മുടെ ബുഗാട്ടി അങ്ങ് ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അവൻ പോന്നു ഗൈസ്. എന്താ ചെയ്യാനാണ് ഗൈസ്? അത് നോക്കെ എന്തൊരു കഷ്ടമാണെന്ന് നോക്കേ. ഇവിടെ ഒരു വണ്ടി വരുന്നില്ല. അതുകൊണ്ടൊരു വണ്ടി നമുക്ക് അത് ഹൈജാക്ക് ചെയ്യാൻ പറ്റാതെ നല്ലതായിരുന്നേ ഗൈസ്. എന്നിട്ട് നമുക്ക് അത് വിറ്റ് എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാം. എന്തായാലും ഹൈജാക്ക് ചെയ്യാൻ പിസ്റ്റൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വണ്ടി ഷൂട്ട് എടുത്തിട്ടുണ്ട്. എടാ ഇറങ്ങടാ വണ്ടി, നീ വണ്ടി എൻ്റെ സ്വന്തമാണ്. വന്നേക്കുന്നു, എടുത്ത് അറിയത്തേ ഉള്ളൂ, ഞാൻ പോയിക്കണം. എൻ്റെ അടുത്താണ് കളി ഗൈസ്. നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്, കാരണം നമ്മുടെ ഇപ്പം ചില്ലി കാശില്ല ഗൈസ്. എന്തായാലും വളച്ചങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവാണ് ഗൈസ്. ഇവിടെ ഇറക്കമൊക്കെയാണ്. നമ്മുടെ വണ്ടി എന്തായാലും ഇറങ്ങും. എനിക്കെൻ്റെ പേരാണ് ഗൈസ്. പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അയ്യോ എൻ്റെ KTM-ലൊക്കെ ഇപ്പം ഇടിച്ചേനെ. ആരാ ഗൈസ് ഇപ്പൊ വിളിക്കുന്നത്? ആരാണോ എന്തോ. നമുക്ക് എന്തായാലും ഫോൺ എടുക്കാം. ആരാ ഇത്? സോഹിത്തോ? ആരാ? ഹലോ, ആരാ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഒരു കഷ്ടപ്പാടിലാണെന്ന് എനിക്കറിയാം. നിങ്ങളാരാ? ഇപ്പൊ നിന്റെ തൊട്ട് മുമ്പിൽ ബൈക്ക് വരുന്നില്ലേ, അതാ. നീ എന്തായാലും ബൈക്ക് ഒന്ന് നിർത്തു. നിന്നിട്ടുണ്ട് എന്തോ കാണിക്കുന്നു ഗൈസ്. നമുക്കൊരു ബാഗ് തന്നു. എടാ ഇത് നിനക്കുള്ള കുറച്ച് പണം. ഇനി നിനക്ക് ഞാൻ പണം തരുന്നുണ്ട്, പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെന്തുവാ? ഞാൻ എന്തായാലും കാറിനകത്തോട്ട് കയറാം. നീ കയറ്, വന്ന് പെട്ടെന്ന് കയറ് ഗൈസ്. അവൻ കയറാമെന്നാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് എന്തായാലും വണ്ടി അതിന് തിരിച്ചു കൊടുക്കാം. കയറട്ടെ ഗൈസ്. അവൻ കയറിയിട്ടുണ്ട് ഗൈസ്. അവൻ കയറി ഗൈസ്. എടാ നീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടോ. ഇനിയും നിനക്ക് ഞാൻ പൈസ തരും, പക്ഷേ നീ പോലീസുകാരെ അടിച്ചിട്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരണം. അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നിനക്കുള്ള തോക്കൊക്കെ ഞാനിവിടെ നിൽക്കാം. നീ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. പക്ഷെ പറഞ്ഞത് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ മറഞ്ഞിരുന്നു. പക്ഷെ ആരാടാ നീ? പോടാ, നിന്നെ ഞാൻ ഇപ്പൊ തീർക്കും. ചാവുന്നില്ലല്ലോ. ഇവനെ ബോംബ് പൊട്ടിച്ചു. അവന്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആക്കിക്കോളാം ഗൈസ്. മറ്റവൻ ഓക്കെ ആക്കിക്കോളാമെന്ന് പറഞ്ഞു ഗൈസ്. ഇന്ന് നമുക്ക് വലിയ പാടില്ല, മെനക്കേടല്ല ഗൈസ്. നമുക്ക് ഇവനെ ഹെഡ് ഷൂട്ട് അടിച്ചിടണം. അതാണ് ഗൈസ് ഇനി മെനക്കേട് പണി ഗൈസ്. ഞാൻ വേറെ വല്ല ഗണ്ണെടുത്തോനെ അടിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് വലിയ ഗണ്ണ്. എൻ്റെ അമ്മ ഗൈസ്. ഇവനെ നമുക്ക് സ്റ്റിക്ക് ബോംബ് എറിഞ്ഞു തന്നെ പോലെ. ആരാടാ നീ? ഞാനായാന്ന് നിനക്കിപ്പം മനസ്സിലാകും കേട്ടോടാ ഗൈസ്. ഞാൻ എന്തായാലും അവനെ സ്റ്റിക്കി ബോംബ് എറിയാൻ പോവാണ് ഗൈസ്. എന്തായാലും അവനെ സ്റ്റിക്കി ബോംബ് എറിയാം. പക്ഷെ ഇവിടെ വന്ന് എന്തായാലും വീണിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇച്ചിരി മാറി എന്നിട്ട് ഇതങ്ങ് പൊട്ടിച്ചോളാം ഗൈസ്. അതുകൊണ്ട് അവൻ്റെ ഗൈസ് ഇവൻ നമുക്ക് നല്ല കാശ് തരാമെന്നാണ് ഗൈസ് പറഞ്ഞത്. ഇതിൽ ആക്റ്റീവ് ആക്കി ഗൈസ്. അവൻ്റെ പണി തീർന്നിട്ടുണ്ട് ഗൈസ്. അവൻ്റെ പണി തീർന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി പൊട്ടിത്തെറിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ 2-3 ബോംബ് അറിയാതെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവനെ കൊല്ലാൻ. നമ്മുടെ വണ്ടിയും പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്.
എടാ ഇനി അവൻ്റെ ശവം അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എന്തുവാ ചെയ്യേണ്ടുന്നത്? നീ അങ്ങോട്ട് കൊണ്ടുപോ. എടാ എന്തുവാ? ഞാൻ അതെടുത്ത് ഡിക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ കോള വില്ലേജിലോട്ട് വിട്ടോ. അവിടെ അത് വെച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാണ് നിനക്ക് ജീവിക്കാൻ, ഈ ഒരു വർഷത്തേക്ക് ജീവിക്കാനുള്ള കാശ് നിനക്കുണ്ട്. നിനക്കിനി ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാം. ഓഹോ, അപ്പോൾ അതാ ഗൈസ്. നമുക്ക് കുഴപ്പമില്ല ഗൈസ്. ഒരു വർഷത്തേക്കുള്ള കാശ് ഗൈസ് നമ്മൾ കിട്ടിയിട്ടില്ലേ ഗൈസ്? അയ്യോ എൻ്റെ അമ്മ. ഗൈസ് അവൻ ചത്തു ഗൈസ്. അവൻ ചത്തു ഗൈസ്. വലിയ ഉപകാരമായി ഗൈസ്. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു ഗൈസ്. ഇനി ഗൈസ് നമുക്കൊരു പാടില്ല ഗൈസ്. നമുക്കെന്തായാലും അങ്ങോട്ട് ഓടിപ്പോയി ചെല്ലാം ഗൈസ്. ഞാൻ എന്തായാലും അങ്ങോട്ട് ഓടിപ്പോയി ചെല്ലാം ഗൈസ്. അവനെന്തായാലും അവൻ ചത്തു ഗൈസ്. ആ ബിൽഡിംഗ് ഒന്ന് എടുത്ത് ഇടിച്ച് അവൻ ചത്തു ഗൈസ്. അവൻ ചത്തു ആണ് ഗൈസ്. അവൻ ചത്തു ഗൈസ്. അവൻ ചത്തു ഗൈസ്. ചത്തു ഗൈസ്. അവൻ്റെ പണം എല്ലാം നമുക്ക് എടുക്കാം ഗൈസ്. അവൻ്റെ പണം എല്ലാം ഗൈസ് നമുക്ക് എടുക്കാം. അവൻ്റെ പൈസ എല്ലാം ഗൈസ് നമുക്ക് അവൻ്റെ പൈസ എല്ലാം ഗൈസ് നമുക്ക് റോബറി ചെയ്ത് എടുക്കാം ഗൈസ്. പക്ഷെ അവൻ്റെ പൈസ ഇത്രയും എനിക്ക് കിട്ടി ഗൈസ്. അവൻ്റെ ക്യാഷ് ഇത്രയും ക്യാഷ് ഉണ്ടായിരുന്നോ ഗൈസ്? അവൻ്റെ മൊബൈലും എനിക്ക് കിട്ടി ഗൈസ്. എന്നാരും വിളിക്കുന്നുണ്ട്. എടാ നിനക്ക് ആ ഫ്രാങ്കിളിനെ കിട്ടിയല്ലോ. നീ അവൻ്റെ അടുത്ത് പറഞ്ഞല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബൈക്ക് വരുമെന്ന്. ഗൈസ് ഇവൻ തന്നെ ഗൈസ്. ഇവൻ തന്നെ ഗൈസ്. നമുക്ക് ഇവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനം. എടാ നീ എന്താ വിചാരിച്ചടാ ഞാൻ വെറും പൊട്ടനാണെന്നോ? ഞാൻ ആരാണെന്ന് നീ ഇപ്പം കണ്ടോ ഗൈസ്? സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമുക്ക് ഈ ബൈക്ക് അങ്ങ് പൊട്ടിക്കാം ഗൈസ്. അതിന് മുമ്പ് എൻ്റെ കാശ്. എടാ കയ്യിലുള്ള കാശും എല്ലാം താ, അല്ലെങ്കിൽ വെടിവെച്ച് ഇടത്തേ ഉള്ളൂ ഞാൻ കേട്ടോടാ. ടാങ്കിലൊന്ന് വെടിവെച്ചാൽ മതി, അതോടെ നീ തീരുന്നു. എടാ എന്നെ ഒന്നും ചെയ്യരുത്. നിനക്ക് ഞാൻ ക്യാഷ് തരാം. നീ പക്ഷെ എന്നെ ഒന്നും ചെയ്യരുത്. നീ ആദ്യം കാശ് ഇങ്ങോട്ടിട്. എടാ നീ ഇപ്പോൾ കളിച്ച എന്നോടാ. ഇതിന് പകരം ഞാൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതിന് നീ ഇനി ജീവിച്ചിരുന്നെങ്കിലല്ലേ എടാ. പക്ഷെ എൻ്റെ കാശ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ ഗൈസ് മുങ്ങി. ഗൈസ് എങ്ങനെയെങ്കിലും പോയി പിടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ പണി പാളും ഗൈസ്. ഞാൻ എന്തായാലും ശിവൻ്റെ കാറങ്ങ് മേടിക്കാം. എടാ ഇറങ്ങടാ. ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തമാണ് ഗൈസ്. എന്തായാലും അവനെ തള്ളി പുറത്തിട്ടിടണം ഗൈസ്. ഇത് സ്കോർപ്പിയോ ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇങ്ങനെ പോയിട്ട് ഗൈസ് എന്തായാലും ഗൈസ് നമുക്കങ്ങ് തള്ളി അങ്ങ് ഇടാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെ തള്ളി അങ്ങിടാം. അത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. നമുക്ക് കാശ് നല്ലോണം കിട്ടി ഗൈസ്. നമ്മുടെ ഷിൻജാൻ്റെ സിസ്റ്ററിൻ്റെ ഒരു വീഡിയോ വേണം ഗൈസ്. എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമുക്കത് ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അതോ ഗൈസ് നമ്മുടെ ഷിൻജാൻ്റെ ചേട്ടൻ്റെ വേണം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നമുക്കത് ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.